ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നപ്പോൾ ഒരു അവധി ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അവധി ദിവസം എല്ലാവരും പൊതുവെ അങ്ങനെയാണല്ലോ, എന്നത്തേക്കാളും എല്ലാം ലേറ്റായിരിക്കും അല്ലേ. നമ്മൾ താമസിച്ച് എഴുന്നേറ്റാൽ പണിയെല്ലാം പതിയായിരിക്കും കേട്ടോ. അതൊക്കെ അറിഞ്ഞാലും നമ്മൾ ആ അവധി ദിവസം ആകുമ്പോൾ നമുക്കൊരു മടിയാലോ എണീക്കാനായിട്ട്. എല്ലാവരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെയാണ്. അവധി ദിവസം ഭയങ്കര മടി വരും. നീശേട്ടൻ കഴിച്ചിട്ട് പുറത്തേക്കൊന്ന് പോയി. മാളൂട്ടി രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ജസ്റ്റ് ഇന്നലെ അവധിയായിരുന്നു, അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്നും നടന്നില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് കയറി. മാളക്കുട്ടി പഠിക്കാൻ കയറി. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയത് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും വേവിച്ചു, മീൻകറിയും വെച്ചു, കുറച്ച് മീൻ വറുക്കുകയും ചെയ്തു. കപ്പ നാട്ടിലത്തെ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല കേട്ടോ ഇവിടുന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചാട്ടിരിക്കുന്നത്. എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എവിടെ പോവാ നമ്മള്? എന്തിനാ? കളിക്കാൻ. എവിടെ? യെസ്, ഇന്ന് അച്ഛയുടെ ഓഫറാണ്. കൊച്ചിന് കിഡ്സ് സോണിലേക്ക് ഫണ്ടാസ്. അപ്പൊ ഗായ്സ്, അമ്മ വേസ്റ്റ് എടുത്തിട്ട് ഇതാ വരുന്നു. അപ്പൊ നമുക്ക് പോവാനായിട്ട് റെഡി ആയല്ലോ. ഒരാള് വേസ്റ്റ് വണ്ടി ആയിട്ട് ബാക്കിൽ തല കുത്തി പോണു ഗൈസ്. ഓ തക്കാളി 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 ഗൈസ്, തക്കാളി. ഇവിടെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ്. ഇവിടെ വേസ്റ്റ് ഇടാൻ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേസ്റ്റ് ഇടാനൊരു സ്ഥലമില്ല. നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ സൂക്ഷിച്ച് വെക്കണം, എന്നിട്ട് കൊടുക്കാനിരിക്കണം. ഇപ്പം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. വേസ്റ്റ് നമ്മുടെ വീട്ടിലൊരു തരി വേസ്റ്റ് ഉണ്ടാവില്ലാത്ത ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയായിട്ടാട്ടോ വേസ്റ്റ് ഇടുന്ന സ്ഥലം. ഇന്ന് മാളുകുട്ടിക്ക് അനീഷേട്ടൻ കൊടുത്ത ഓഫറാണ് കേട്ടോ. ലുലുവിൻ്റെ കിഡ്സ് സോണിൽ പോയി കളിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പം മാളുകുട്ടി ഹാപ്പിയാണ്. അവിടെ ചെന്നാൽ ഞങ്ങളും കുഞ്ഞുങ്ങളെ പോലെ ആവും കേട്ടോ, നമുക്കും കളിക്കാൻ തോന്നും. അപ്പം ഞങ്ങൾ മാളുവിൻ്റെ കൂടെ കുറച്ച് റൈഡിലും കയറും, പിന്നെ ഗെയിമൊക്കെ കളിക്കും കേട്ടോ. അത് നല്ല രസമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോണത് അറിയത്തേ ഇല്ല. അപ്പം ഞങ്ങൾ 3 പേരും കളിക്കും കേട്ടോ. അപ്പം നമ്മൾ ലുലുവിലെത്തി. ലുലുവിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇന്നിപ്പോൾ പാർക്കിങ്ങിന് വലിയ പ്രയാസം കാണൂലെന്ന് വിചാരിക്കുന്നു. നമുക്ക് കയറി വന്നപ്പോൾ തന്നെ പാർക്കിങ് കിട്ടിയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്താണ് വന്നത്. ഒരു 4 മണി 4:15 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. ഏറ്റവും മേളിലത്തെ ഫ്ലോറിലാണ് കേട്ടോ കുട്ടികളെ കളിക്കുന്ന സ്ഥലം. അവിടെ ഫുഡ് കോർട്ടുണ്ട്. ഇതുപോലെ ഒരു സൈഡ് ഫുള്ള് കിഡ്സ് സോണിൻ്റെ പാട്ടാണ് കേട്ടോ. ഒത്തിരി റൈഡുകളൊക്കെ ഉണ്ട്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയത്തേ ഇല്ല. മാളുവിന് റൈഡുകളിൽ കയറുന്നതിനേക്കാളും ഇഷ്ടം ഗെയിമുകളോടാട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ അതേ ഒരു ജിറാഫ് കൊട്ടയായിട്ടിരിപ്പുണ്ട് കേട്ടോ. ആ കൊട്ടയുടെ അവിടെ നമുക്ക് കയറാൻ പറ്റും. പിന്നെ നമുക്ക് കാർഡുണ്ട്. അവിടുത്തെ കാർഡിൽ നമുക്ക് ചാർജ് ചെയ്ത് ഓരോ റൈഡിലും കളിക്കാവുന്നതാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ബാലൻസ് നോക്കാം കേട്ടോ. ഇന്നത്തെ ചാർജ് ചെയ്തപ്പോൾ 2 റിയാൽ ബോണസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1348 പോയിന്റും കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കളിച്ച് സ്കോർ കിടന്ന കേട്ടോ പോയിന്റ്. കയറി മാളുവിന് ഇങ്ങനത്തെ റൈഡിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗെയിം തിരക്കി. മാള ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. മാളുവിന് ഗെയിമിൻ്റെ ഭാഗമാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു കുതിരയുണ്ട്, അതിൽ കയറാറുണ്ട് കേട്ടോ. അപ്പം ഇന്നും അത് ലക്ഷ്യം വെച്ചാൽ പോണേന്ന് തോന്നുന്നു. അതെ, അച്ഛനും മോളും കൂടെ ചാടി കുതിരയിൽ കയറി. കുതിരയിലിരിക്കുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ ആ ഗെയിം കളിച്ച് കഴിയുമ്പോൾ. ഒരുപാട് സമയമൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തീരും, പക്ഷെ ഒരു രസമാണ്. ഇതാണ് കേട്ടോ മാളുവിൻ്റെ ഫേവറേറ്റ് ഗെയിം. ഇതിൽ നമ്മൾ ഫിഷിനെ പിടിക്കുന്നത് അനുസരിച്ച് പോയിന്റും കിട്ടും. ആ പോയിന്റ് കിട്ടുന്നത് മാളുവിന് ഭയങ്കര ക്രേസാട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മീനെങ്ങനെ ചൂണ്ടയിൽ പിടിച്ചിടുന്നതനുസരിച്ച് നമുക്ക് കോയിൻ കയറും.
അത് ഒരു ടൈമർ കഴിയണ വരെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പല മീനിനും പല പോയിന്റ്സാണ്. അത് മാളുവിന് ഭയങ്കര ഇഷ്ടമായി. ഫിഷിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഗെയിമിൽ കയറി ഇതിങ്ങനെ തല്ലിപ്പൊട്ടിക്കണ സംഭവം. എല്ലാം ഒരു രസമുണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിലും. മാളു നല്ല രീതിയിൽ കളിച്ചത്. ഇതാണ് പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ടിക്കറ്റുകൾ കിട്ടും കേട്ടോ. ആ ടിക്കറ്റ് നമുക്ക് കാർഡിൽ കയറ്റാൻ പറ്റും. എല്ലാത്തിനൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് വെടിവെപ്പാണ്. അതിൽ നിന്നും കുറച്ച് പോയിന്റുകൾ മാള് നേടി ടിക്കറ്റ് കിട്ടി. ഈ കണ്ടോ ടിക്കറ്റ് നമുക്ക് കാർഡിലേക്ക് കയറ്റുന്ന കേട്ടോ. നമ്മളവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ആ സാധനത്തിൽ പോയിന്റ് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ കാർഡ് വയ്ക്കുമ്പോൾ നമ്മുടെ കാർഡിലേക്ക് കയറും. അപ്പോൾ മാളുവിന് കുറച്ച് ടിക്കറ്റുകൾ അധികം കിട്ടിയപ്പോൾ കയ്യെ പിടിച്ചുകൊണ്ട് കിടക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ആ വിഷയത്തേക്ക് കയറ്റി കഴിയുമ്പോൾ അതങ്ങ് മുറിഞ്ഞു പോവുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കും. അടുത്തത് ഒരു റൈഡിൽ കയറാമെന്ന് വിചാരിച്ച് കാറിലാട്ടോ കയറിയത്. അപ്പം എനിക്ക് ഇഷ്ടമായിരുന്നു കാറിൽ കയറാനായിട്ട്. അതുകൊണ്ട് ഞാനും മാളും കൂടെ കയറി കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കയറുമ്പോൾ മാളുവിൻ്റെ പ്രായം തന്നെയായി പോയിട്ട് നമ്മുടെ പ്രായവും. അടുത്തത് ഒരു ബാസ്കറ്റ് ബോളിൻ്റെ സംഭവമായിരുന്നു. അത് അച്ഛനും മോളും കൂടെ കളിച്ചു. ഇതിനും കാറിനും ഒന്നും നമുക്ക് പോയിന്റ് ഉണ്ടെങ്കിലും ടിക്കറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ലായിരുന്നു. മൊത്തം പുറമേ കൂടെ ചില്ലായിരുന്നു, താഴത്തേക്കൂടെ ആയിരുന്നു ഇടണ്ടേ. ഈ സംഭവം ടിക്കറ്റ് കിട്ടുന്ന കേട്ടോ ലക്കാണ്. 300, 5 തൊട്ട് 300 വരെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 5 കിട്ടിയുള്ളൂ. ഈ പ്രാവശ്യം മോളിന് ഇത് 20 കിട്ടി. 20 ടിക്കറ്റ് അപ്പം അവിടെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പം നമുക്കത് കാർഡിലേക്ക് കയറ്റാം. മാളുവിന് കളിച്ചിട്ട് കിട്ടിയ പോയിന്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യായിരുന്നു. അതിൽ 700 പോയിന്റിന് മാളുവിന് കിട്ടിയതാണ് കേട്ടോ. ഇത് സ്റ്റാമ്പാണ്. സ്റ്റാമ്പിന് മഷിയുണ്ട്. കുറേ സ്റ്റാമ്പല്ല, സ്റ്റാമ്പിൽ ഓൾറെഡി ഇത് ഇങ്ങനെ വേറെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞ ചൈനീസിന്റെ സംഭവം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങാണ്. എങ്ങോട്ടാന്ന് അറിയില്ല. പേപ്പർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്